കാലവർഷം ആരംഭിക്കുന്നതിനുണ്ട് സ്വാഭാവികമായും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. കോർപ്പറേഷനുകൾ ഒപ്പം ജില്ലാ ഭരണകൂടമൊക്കെ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി മരങ്ങളൊക്കെ ഒരുപാട് വളർന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുക, ഒപ്പം ഓടയൊക്കെ വൃത്തിയാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ഓടകളും കാനകളും ഒരു പരിധിവരെ ഇതിനോടകം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. അപകടകരമായ മരങ്ങളും ശിഖരങ്ങളും ഉടൻ മുറിച്ചു മാറ്റുമെന്ന് മേയർ വി കെ മിനിമോൾ അമൃത വാർത്തയോട് പറഞ്ഞു. മഴ ഏറെ ദുരിതം വിതയ്ക്കുന്ന നഗരമാണ് കൊച്ചി. എല്ലാ മഴക്കാലത്തും നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറും. ഇത്തവണ അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ. കഴിഞ്ഞ തവണ വലിയ നാശനഷ്ടമുണ്ടാക്കിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് മേയർ വി കെ മിനിമോൾ അമൃത ന്യൂസിനോട് പറഞ്ഞു. വലിയ കനാലുകളുടെ വെടപ്പള്ളിത്തോട്, ചങ്ങാടംപോക്ക്, തേവര പേരണ്ടൂർ, മാന്ത്ര കനാൽ തുടങ്ങിയ കനാലുകളുടെ വർക്കിലാണ് ചെറിയൊരു വിഷയം നമുക്ക് വന്നത്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിക്ലറേഷൻ വന്നതിന് ശേഷം അതിൻ്റെ വർക്ക് ഓർഡർ കൊടുക്കുന്നതിൽ ചെറിയൊരു ഡിലേ വന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇതിലെനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് വർക്കുകളുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എല്ലാ വർഷവും ചിലവഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും അതിൻ്റെ പരിപൂർണമായ ഒരു ഫലം കോർപ്പറേഷന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ചെളി കോരി മാറ്റി നീക്കം ചെയ്യുന്നതിനുള്ള കൺവെയൻസ് ഉൾപ്പെടെയാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായാൽ തീർച്ചയായും ഒരു പരിധിവരെ വെള്ളക്കെട്ടിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം കൊച്ചിയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഓരോ ഡിവിഷനിലും പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ വിലയിരുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകളും വെള്ളക്കെട്ടുകളും ഒഴിവാക്കുന്നതിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ മരങ്ങളുടെ കമ്പുകൾ വീണുണ്ടാവുന്ന അപകട സാധ്യതയൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുന്നത് സാധാരണയായ ഒരു കാര്യമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡിവിഷനിലെയും 76 ഡിവിഷനിലെയും സാനിറ്റേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ 50,000 രൂപ വെച്ച് അത്തരം അപകടാവസ്ഥ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുക കൈമാറിയിട്ടുണ്ട്. അടിയന്തര കാര്യങ്ങളുണ്ടാകുമ്പോൾ ആ തുക ഉപയോഗിച്ച് പ്രവർത്തികൾ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സ്ക്വാഡിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ക്വാഡായിരിക്കും കാലവർഷ സമയത്ത് നഗരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.